ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് അഡൽട്ട് ലേണിംഗ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അഡൽട്ട് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ നമ്മളുടെ അഡൽട്ട് അയാളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് അഡൽട്ട് ലേണിംഗ്. അഡൽട്ട് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതിലൂടെ അഡൽട്ട് അക്വയർ ചെയ്യുന്നു നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്. അവരുടെ എക്സ്പീരിയൻസും നീഡ്സും സെൽഫ് മോട്ടിവേഷനൊക്കെ വെച്ചിട്ടാണ് അവരത് ഇൻക്രീസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവരുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് അഡൽട്ട് ലേണിംഗ്. അഡൽട്ട് ലേണിങ്ങിന് നമുക്ക് കുറച്ച് ഏറെ പ്രിൻസിപ്പിൾസ് നോക്കാനുണ്ട്. ഒരു 5-6 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇത് ഫ്രീക്വൻ്റ് ആയിട്ടും ചോദിച്ചിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 5 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇത് പഠിച്ചു വെച്ചു. 2 മാർക്കിനും ചോദിച്ചു കണ്ടിട്ടുണ്ട് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളായിട്ട് ഇവിടെ എടുക്കുന്നത് നീഡ് ബേസ്ഡ് ലേണിംഗ് ആണ്. എന്താണ്? ഇതൊരു നീഡ് ബേസ്ഡ് ലേണിംഗ് ആണ്. മീൻസ് ഈ ഒരു അഡൽറ്റിന് അറിയാൻ പറ്റും, കുട്ടികളെ പോലെയല്ല, അവർക്ക് അറിയാൻ പറ്റും വൈ ദേ ആർ ലേണിംഗ്, എന്താണ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന്, എന്താണ് അതിൻ്റെ ആവശ്യമെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും നല്ല വൃത്തിയായിട്ട് അവർക്ക് ബെറ്റർ രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നീഡ് ബേസ്ഡ് ലേണിംഗ്. ദെൻ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. എന്താണ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്? ഇവർ സ്വന്തമായിട്ടാണ് പഠിക്കുന്നത്. സോ അവർക്കറിയാം ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇത് പഠിക്കുന്നതിൻ്റെ സ്വന്തമായിട്ടുള്ള ആവശ്യം എന്താണ്, സ്വന്തമായിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ അറിയാം. പിന്നെ റെസ്പെക്റ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പഠിക്കുന്നതായാലും പഠിപ്പിക്കുന്നിടത്തായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കാണും. അത് കണക്ക് ഇവരുടെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. സ്റ്റുഡൻസിനെ പിടിച്ചിരുത്തണം, അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തുന്നോണം കഷ്ടപ്പെട്ട് ഇവരെ പിടിച്ചിരുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് എളുപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവരെന്തിനാണ് ഈ ഒരു പഠിക്കുന്നത് എന്നുള്ള അവർക്കറിയാം, ആവശ്യം എന്താണെന്ന് അവർക്കറിയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രാക്ടിക്കൽ ആൻഡ് റിലവൻറ്റ്. ലേണിംഗ് ഷുഡ് ബി യൂസ്ഫുൾ ഇൻ ഡെയിലി വർക്ക്. ഇവർക്കറിയാം ഇവർക്കിത് പഠിച്ചാൽ മാത്രമേ ഇവർക്കിത് അവരുടെ ഒരു കാരിയറിൽ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നറിയാം. അതുകൊണ്ട് ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ ആൻഡ് റിലവൻറ്റ്. ദെൻ ദേ ഹാവ് ലോഡ് ഓഫ് സെൽഫ് മോട്ടിവേഷൻ. ദെൻ അവർക്കറിയാം ഇവരുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഉഴപ്പിയിട്ട് കാര്യമില്ല, പഠിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ഇവർക്കുണ്ട്. ദെൻ ഇറ്റ് ഷുഡ് ബി എ പ്രോബ്ലം സെൻറ്റേർഡ്. പ്രോബ്ലം സെൻറ്റേർഡ് മീൻസ് ഇത് റിയൽ ലൈഫ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വരും. ദെൻ ദ നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ്പീരിയൻസ് ബേസ്ഡ്. എന്താണ് ഈ എക്സ്പീരിയൻസ് ബേസ്ഡ് എന്ന് പറയുന്നത്? ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് ലൈഫ് എക്സ്പീരിയൻസ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ഇവർക്കൊരു എക്സ്പീരിയൻസ് കാണും ഇത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡൽട്ട് ലേണിംഗ് ഇവർ ചെയ്യുമ്പോഴത്തേനും ഇവർക്ക് നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മളുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം അഡൽട്ട് ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും അതേ കണക്ക് അഡൽട്ട് ലേണിങ്ങിൻ്റെ ഡെഫിനിഷനും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം.